വീണ്ടും വാർത്തകളിലേക്ക്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ 4ാം ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നടന്നു. രാവിലെ 7 മുതൽ ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെയായിരുന്നു. LDF മെമ്പറായിരുന്ന CPMലെ മിനി മുരളീധരൻ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരെ അയോഗ്യയാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ ആകെയുള്ള 13 ഡിവിഷനിൽ നിലവിലുണ്ടായിരുന്ന കക്ഷിനില LDFന് 11 സീറ്റും UDFനും BJPക്കും ഓരോ സീറ്റ് വീതവുമായിരുന്നു. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് വേണ്ടി CPMലെ V കലയും UDFന് വേണ്ടി കോൺഗ്രസിലെ ഷീജ രാമചന്ദ്രനും BJPക്ക് വേണ്ടി ശ്രീരേഖ ദിലീപ് വാലത്തുമാണ് മത്സരിക്കുന്നത്. ആരതി MRP സ്ഥാനാർത്ഥിയും ആമിനക്കുട്ടി ആം ആദ്മി സ്ഥാനാർത്ഥിയുമാണ്. കഴിഞ്ഞ തവണ CPMന്റെ മിനി മുരളീധരൻ 1172 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 3, 4, 5, 6, 7, 8, 14 വാർഡുകൾ ഉൾപ്പെടുന്ന 4ാം ബ്ലോക്ക് ഡിവിഷനിൽ 4405 പുരുഷൻ വോട്ടർമാരും 5221 സ്ത്രീ വോട്ടർമാരും 3 ട്രാൻസ്ജെൻഡറുമടക്കം ആകെ 9629 വോട്ടർമാരാണ് ഉള്ളത്. നാളെ രാവിലെ തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് വോട്ടെണ്ണൽ. കൊടുങ്ങല്ലൂരിലെ ശൃംഗപുരം P. ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിരീക്ഷണ ക്യാമറകൾ അടിച്ചു തകർത്തു. കമ്പ്യൂട്ടർ ലാബുകൾക്ക് മുന്നിലും UP വിഭാഗം കെട്ടിടത്തിലും സ്ഥാപിച്ചിരുന്ന 3 ക്യാമറകളാണ് നശിപ്പിക്കപ്പെട്ടത്. അക്രമിയുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അക്രമം. ഇന്ന് രാവിലെയാണ് സംഭവം അറിഞ്ഞത്. തുടർന്ന് വിദ്യാലയ അധികൃതർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. വിദ്യാലയത്തിന് നേരെ ആക്രമണം നടത്തിയവരെ ഉടൻ കണ്ടെത്തണമെന്ന് PTA പ്രസിഡന്റ് KS കൈസാബ്, SMC ചെയർമാൻ ഉണ്ണി പണിക്കശ്ശേരി എന്നിവർ ആവശ്യപ്പെട്ടു. കയ്പമംഗലം കൂരിക്കുഴി AMUP സ്കൂളിൽ 85ാം വാർഷികാഘോഷവും വിരമിക്കുന്ന പ്രധാനാധ്യാപിക ഷൈജി ചാക്കോയ്ക്ക് യാത്രയയപ്പും നൽകി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷവേളയാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂള്, തീരദേശത്തിന്റെ അഭിമാനമായ നമ്മുടെ ഈ കൂരിക്കുഴി സ്കൂള് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. കലാകായികപരമായ കഴിവുകളെ തെളിയിച്ചുകൊണ്ട് നമ്മുടെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കരകൗശലങ്ങളോടുകൂടിയ സംഭവങ്ങൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മളെല്ലാം നോക്കിക്കണ്ട് അതൊരു ഫോട്ടോ രൂപത്തിൽ ആക്കി നമ്മൾ പഞ്ചായത്തിൽ പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു. അത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ഈ JLP സ്കൂള്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രിയ ടീച്ചർ ഷൈജി ടീച്ചർ നമുക്കറിയാം, കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല ആക്റ്റീവായ ഒരു ടീച്ചറാണ്. നമുക്ക് കണ്ടാൽ തോന്നൂലല്ലേ ടീച്ചർക്ക് ഇങ്ങനെ ഒരു റിട്ടയർമെന്റ് ആയിരുന്നുള്ളത്. PTA പ്രസിഡന്റ് TK ഉബൈദു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ പ്രവീൺ വാഡൂർ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ E. രാജൻ ഉപഹാര സമർപ്പണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ മണി ഉല്ലാസ്, ഖദീജ പുതിയ വീട്ടിൽ, മാതൃസംഗമം പ്രസിഡന്റ് തസ്നീം, അധ്യാപകരായ മിനി, അമ്പിളി വാസുദേവൻ, EJ ഷീജ, അബ്ദുൾ റസാഖ്, PM ഹംസ, PM കാസിം, PC ബിദ്ദു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ട്. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച അശ്വിൻ ചികിത്സാ സഹായ നിധി കൈമാറി. സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും എടത്തുരുത്തി കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അംഗങ്ങളും ചേർന്ന് സ്വരൂപിച്ച 8,19,711 രൂപയാണ് കൈമാറിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA അശ്വിന്റെ പിതാവ് കിരൺ രാജിന് തുക കൈമാറി. പഞ്ചായത്ത് നല്ല പ്രാധാന്യത്തോടു കൂടി കുടുംബശ്രീ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പണം നമുക്ക് ഇതിനു വേണ്ടി പിരിച്ചിട്ടുണ്ട്. അഭ്യുദയകാംക്ഷികളായിട്ടുള്ള കുറേ ആളുകൾ ഇതിൽ തന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സംഖ്യ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളെല്ലാം വിശദാംശങ്ങൾ ഉണ്ണികൃഷ്ണൻ മാഷ് പറയും. ഏകദേശം 8 ലക്ഷത്തിൽ പുറത്തുള്ള സംഖ്യ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മളെ കൊണ്ടാവുന്നൊരു സംഖ്യ ഇതിലേക്ക് വന്നിട്ടുണ്ട്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, പ്രധാനാധ്യാപകൻ KV പ്രേമചന്ദ്രൻ, PTA പ്രസിഡന്റ് CB അബ്ദുൽ സമദ്, ബീന ബേബി, KS ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഈ വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും FPC കാഡറ്റുകളും ചേർന്ന് 1,62,000 രൂപയാണ് പിരിച്ചെടുത്തത്.
എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സഹോദരിമാർ 2,24,130 രൂപ ചികിത്സാ സഹായത്തിന് വേണ്ടി പിരിച്ചെടുത്തു. നമ്മളിതിനു വേണ്ടി നമ്മളുടെ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ചന്ദ്രബാബു അവറുകൾ ഉൾപ്പെടെ ഈ ചികിത്സാ സഹായത്തിനായിട്ട് നമ്മൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് ചേർന്ന അക്കൗണ്ട് വഴിയായിട്ട് 1,14,581 രൂപ നമ്മൾക്ക് അതിൽ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമേതം ഒപ്പം ഒപ്പത്തിനൊപ്പം ദ്വിദിന വ്യക്തിത്വ വികാസ ശില്പശാല മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഇത്തരം ക്യാമ്പുകൾ നടക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുതിയകാവ് സ്കൂളിലെ ഒരു ക്യാമ്പ് ഉണ്ടായി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ ഒരു ക്യാമ്പ് ഉണ്ടായി. കാർഷിക മേഖലയും അതുപോലെ തന്നെ ചരിത്രാന്വേഷണങ്ങളും ജെൻഡർ, അതായത് സ്ത്രീയും പുരുഷനും അവരുടെ ഒപ്പത്തിനൊപ്പം എന്നുള്ള പരിപാടിയും അതേപോലെ തന്നെ കലാരംഗത്ത് അഭിരുചി ഉള്ളവരെ ഒപ്പത്തിനൊപ്പം എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇന്നത്തെ ഇവിടെ ഈ 2 ദിവസ ക്യാമ്പ് ആരംഭിക്കുന്നത്. ഒപ്പത്തിനൊപ്പം കലാരംഗത്ത് ഒരുപാട് ആളുകൾ നല്ല കഴിവുള്ളവരുണ്ട്. പക്ഷെ അവരെ ഉയർത്തിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഉയർന്നു വരാനോ എന്തുകൊണ്ടോ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തികളുടെ ഇടിച്ച് കയറുന്ന ഒരു രീതി ഇല്ലായ്മയോ ഒക്കെ തന്നെയാണ്. നമുക്കറിയാം, ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകളും അവരെ സംബന്ധിച്ചിടത്തോളം ഈ കലാരംഗത്ത് ഒക്കെ തന്നെ ഉയർന്നു വരുന്ന കാര്യത്തിൽ അല്പം പിന്നൊക്കെ അവസ്ഥയുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ നമ്മളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഉയർന്നു വരാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളാരും ക്ഷണിക്കുമെന്ന് കരുതി മാറി നിൽക്കരുത്. വാർഡ് മെമ്പർ TS രാജു അധ്യക്ഷനായി. ക്യാമ്പ് ഡയറക്ടർ ജിതി സുധീഷ്, കോർഡിനേറ്റർ റെനി ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് KY അസീസ്, പ്രധാന അധ്യാപകൻ VK മുജീബ് റഹ്മാൻ, ഡെപ്യൂട്ടി HM ജോജി, PTA വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാലം തുടങ്ങിയവർ പങ്കെടുത്തു. ആനപ്രേമികളെ കണ്ണീരിലാഴ്ത്തി കൊമ്പൻ ഒളരിക്കര കാളിദാസൻ ചെരിഞ്ഞു. 35 വയസ്സായിരുന്നു. കുന്നംകുളം കടവല്ലൂരിൽ വെച്ച തളർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു അന്ത്യം. മധ്യകേരളത്തിലെ ഉത്സവങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു കാളിദാസൻ. 2004 കാളിദാസനെ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ നിന്ന് തൃശൂർ ഒളരിക്കര ദേവസ്വം സ്വന്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നീരിലായതിനാൽ കുന്നംകുളം കടവല്ലൂരിലെ പറമ്പിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. നീരിൽ നിന്ന് അഴിച്ച ശേഷം പൂർണ്ണ ആരോഗ്യവാനായിരുന്നു കാളിദാസൻ. എന്നാൽ 2 ദിവസം മുൻപ് പെട്ടെന്ന് പനിയും തളർച്ചയും അനുഭവപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. കുറുമ്പേറെയുണ്ടെങ്കിലും ആരാധകരും ഏറെയുണ്ട് കാളിദാസന്. ജൂനിയർ ശിവസുന്ദർ എന്ന വിശേഷണവും കാളിദാസനുണ്ട്. നിലത്തിഴയുന്ന തുമ്പിയും വിരിഞ്ഞ മസ്തകവും വിടർന്ന ചെവികളും എടുത്തുയർത്തിയ കൊമ്പുകളും കാളിദാസന്റെ സൗന്ദര്യ തികവുകളായിരുന്നു. കടവല്ലൂരിൽ നിന്ന് ഒളരിക്കര ക്ഷേത്ര മൈതാനിയിലെത്തിച്ച പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആനപ്രേമികൾ ഉൾപ്പെടെ 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പൊതുദർശനത്തിനു ശേഷം സംസ്കാരത്തിനായി മൃതദേഹം കോടനാട്ടേക്ക് കൊണ്ടുപോയി. കയ്പമംഗലം MIC ഇംഗ്ലീഷ് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന തിരികെ 2023 രൂപീകരിച്ചു. മാനേജർ അബ്ദുൽ ഹമീദ് തിരികെ 2023 ലോഗോ പ്രകാശനം ചെയ്തു. MIC ഇംഗ്ലീഷ് സ്കൂൾ മുൻ പ്രിൻസിപ്പളായിരുന്ന KS ഷിഹാബുദ്ദീനെ മൊമന്റോ നൽകി ആദരിച്ചു. MSc ഡയറക്ടർ ഹുദവി, പ്രിൻസിപ്പൽ സിമി സുബൈർ, അസിസ്റ്റന്റ് മാനേജർ ഹാഷിഫ്, അസിസ്റ്റന്റ് ഡയറക്ടർ അസഹറുദ്ദീൻ ഹുദവി, അറബിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ജാബിർ ഹുദവി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അലുമിനി പ്രസിഡന്റായി ഷാബിർ, സെക്രട്ടറിയായി ജാസിർ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു.
സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുല്ലൂർ ഊരകത്ത് തെങ്ങുപറമ്പിന് തീപിടിച്ചതിനിടയിൽ ജോലിക്കാരൻ പൊള്ളലേറ്റ് മരിച്ചു. അൻപതോളം മോഷണ കേസിൽ പ്രതിയായ യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലറിന്റെ മറവിൽ യുവതിയുടെ മയക്കുമരുന്ന് വിൽപ്പന. LSD സ്റ്റാമ്പുകളുമായി ബ്യൂട്ടീഷ്യൻ എക്സൈസിന്റെ പിടിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.